ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്. എൻ്റെ കൂടെ ഒരാളും കൂടിയുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വ്ലോഗാണ്. ഇതാണ് മിസ്റ്റർ ഷനാസ്. ഇതാണ് എൻ്റെ ഹസ്ബൻഡ്. താങ്കൾക്ക് എന്താ പറയാനുള്ളത്? അടിപൊളിയായിട്ടിരിക്കുകയാണ്. ഇന്നിപ്പോ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ ഇപ്പൊ ഞങ്ങള് കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂര് ഇന്നലെ ഷാരുന്റെ വീട്ടിൽ വന്നതിന് ശേഷം നമ്മള് ഇന്ന് ഇവിടെ നിന്നാണ് നമ്മൾ പോകുന്നത്. കാക്കനാട് വെച്ചല്ലേ? കാക്കനാട് വെച്ചിട്ട് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ആണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത്. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഞങ്ങളുടെ ഫസ്റ്റ് കപ്പിൾ ഇന്റർവ്യൂ ആണ്. അപ്പൊ ഞങ്ങള് പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഇവിടുന്ന് തുടങ്ങാൻ പോവാണ്. ഓക്കെ, ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. 2-3 ദിവസമായിട്ട് നല്ല തിരക്കായത് കാരണം ആരോടും മര്യാദയ്ക്കൊന്നും സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കോൾ ചെയ്ത് സംസാരിച്ചൊക്കെയാണ് ഇങ്ങനെ പോകുന്നത്. എൻ്റെ ഫ്രണ്ട് ശൈത്യ വിളിച്ചത് ഞാനൊന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ടേ. എന്നെ പറ്റി എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. എന്നെ പറ്റി എന്തെങ്കിലും നീ ഒന്ന് പറഞ്ഞേ. ഇത്ര അരപ്പിരിയല്ല, പോയി കിടക്ക. അത് നിനക്ക് അറിയത്തില്ലേ? അല്ല, ഇവളുണ്ടല്ലോ കല്യാണത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോഴും ഞാനിങ്ങനെ ആലോചിക്കും, ദൈവമേ ഇവൾക്ക് പറ്റിയ ഒരാളെ കിട്ടണേ. എന്തായാലും കറക്റ്റ് ആളിനെ തന്നെ കിട്ടി. കറക്റ്റ് ഭ്രാന്തനെ തന്നെ കിട്ടി. ഇവള് അരപ്പേരി ലൂസാന്ന് പറഞ്ഞിട്ട് അവർക്ക് പറ്റിയൊരു ഭ്രാന്തനെ കിട്ടണേ. കറക്റ്റ് ഭ്രാന്തനെ കിട്ടി. ഓക്കെ, പിന്നെ ഇപ്പൊ നീ പറഞ്ഞത് ഞാൻ എന്റെ വ്ളോഗ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഞാനിത് എടുക്കായിരുന്നു. അപ്പൊ ശരി, താങ്ക്സ് ഫോർ യുവർ പാർട്ടിസിപ്പേഷൻ. ഓക്കേടാ ബൈ. ഓക്കേടാ ബൈ. ഓക്കെ. അങ്ങനെ അവളോട് സംസാരിച്ച ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു കരിക്കും വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ നല്ലൊരു സ്പോട്ട് കണ്ടിട്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ കാറ് സൈഡാക്കിയിട്ട് ഞങ്ങൾ മെല്ലെ ഇറങ്ങി നടന്നു. എന്നിട്ട് അവിടെ നല്ല കരിമ്പിൻ ജ്യൂസും കരിക്കും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾക്ക് ക്ഷീണമുള്ളത് കാരണം കരിക്കിൻ ജ്യൂസ് തന്നെ കുടിക്കാമെന്ന് വിചാരിച്ചു. നല്ലൊരു പാടത്തിൻ്റെ തീരത്താണ് കേട്ടോ. എല്ലാം കുടിച്ചിട്ട് വന്നു. കരിക്കും വെള്ളം കുടിച്ചാൽ പിന്നെ കരിക്കും കഴിക്കണം. അങ്ങനെ നമ്മൾ കരിക്കൊക്കെ ഇങ്ങനെ വെട്ടിപ്പൊളിച്ചെടുപ്പിച്ചിട്ട് നമ്മൾ കഴിക്കുകയാണ്. ഇപ്പം കരിക്ക് എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമായതിൻ്റെ ആ ഒരു പിടിച്ചുപറിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ നമ്മൾ കരിക്കും വെള്ളമൊക്കെ കഴിച്ച് ക്ഷീണമൊക്കെ മാറ്റിയിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോ എവിടെയാ? നമ്മളിപ്പോ പറവൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കൊടുങ്ങല്ലൂരിന്ന് ഇറങ്ങി പറവൂരെത്തി. ഇനി നമ്മള് എത്താനായിട്ട് ഇനി ഒരു 1 hour, ഒരു 1 hourനുള്ളിൽ നമ്മളെ എത്തും. ഫസ്റ്റ് ടൈമാണ് ഷാരു വ്ലോഗ് ചെയ്യുന്നതും അതുപോലെ ഒരു ഫസ്റ്റ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോ ഷാരൂഖ് എന്താ തോന്നുന്നത്? ഒന്നും തോന്നുന്നില്ല. ഒന്നും തോന്നാത്ത മനുഷ്യനോ? ഫസ്റ്റ് ടെൻഷൻ ഉണ്ടോ? ടെൻഷനൊന്നുമില്ല. പിന്നെ പോടല്ലോ അതില്ല, എന്നാലും എന്താണ് തോന്നുന്നത്? കേറി അറ്റൻഡ് ചെയ്യണ്ടേ, അത്രേ ഉള്ളൂ. ഡ്രസ് നിങ്ങൾക്ക് ഇഷ്ടായോ? മാച്ചിങ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ ദാണ്ട് ഈ മാല കുറച്ചുകൂടെ ലെങ്ത് ഉണ്ട്, പക്ഷെ അത് ഞങ്ങൾ സ്റ്റൈൽ ചെയ്ത് ഇതാണ് എന്റെ താലിമാല. ഇത് സ്പെഷ്യലി നമ്മൾ ചെയ്യിപ്പിച്ച ഒരു ഡിസൈനാണ്. എന്റെ കൈ നോക്കണ്ട, മൈലേജ് ഇട്ടതിന്റെ ആ ഒരു സ്റ്റെയിനൊക്കെ ആയിട്ട് ഒരുമാതിരി ചൊറി പിടിച്ചത്. അത് കാര്യാക്കണ്ട. അതൊക്കെ അങ്ങനെയൊക്കെയാ. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. എന്റേത് ശരിയായില്ല, അതുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി. സമയം 5 മണിയായി ഗൈസ്. ഇതുവരെ ഒരു തുള്ളി ചായ മേടിച്ചു തന്നില്ല. അവിടം തൊട്ട് പറയുക ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞ് ഞങ്ങൾ ഇതാ അവിടെ ലൊക്കേഷൻ എത്താറായി. ഇതുവരെ ചായ കുടിച്ചിട്ടില്ല. എനിക്കാണെങ്കിൽ ചായ കുടിക്കാതെ പറ്റുന്നുമില്ല. അതെങ്ങനെ മധുരമില്ലാതെ പച്ചവെള്ളം കുടിക്കുന്നവർക്ക് കാപ്പിപ്പൊടിയും കലക്കി വെറുതെ കുടിക്കും. അതാണ് ഹെൽത്തി. കണ്ടോ, ചായ വേണം എന്ന് പറഞ്ഞിട്ട് അവസാനം ചായ ഞാൻ വാങ്ങിക്കൊടുത്തു. ചായക്കപ്പം സമൂസയും ചായ ഇരിക്കുന്നു. ഇനി പരാതിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അതിന് ഉത്തരവാദിയല്ല.
നല്ലൊരു സ്ട്രോങ് ചായ കുടിച്ചപ്പോൾ തന്നെ ഫുൾ പവറായി. അങ്ങനെ ഞങ്ങൾ നല്ല ഫുൾ എനർജിയിൽ ഇതാ പൊക്കോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടാളും നല്ല എക്സൈറ്റഡ് ആണ്. ഞങ്ങളുടെ ഒരുമിച്ചുള്ള ഫസ്റ്റ് ഇൻ്റർവ്യൂ ആയതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മളിതാ മൈൽ സ്റ്റോണിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. വേണ്ടേ, നമ്മുടെ മെഹർ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നമ്മളിതാ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. നമ്മുടെ ഇതാ ഫുൾ ക്രൂ ഉണ്ട് ഇവിടെ. ഷാരുനെ കണ്ടില്ലല്ലോ, ഷാരുണ്ട്. അപ്പോൾ എന്തായാലും ഇന്റർവ്യൂ ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടി ഇന്റർവ്യൂ പുറത്ത് വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് ഇനി നേരെ ഫോറം മാളിലേക്ക് പോവാണ്. നസൂന് 1-2 സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്, എനിക്കുണ്ട് പർച്ചേസ് ചെയ്യാൻ. അതൊക്കെ കഴിഞ്ഞ് ഫാമിലി ആയിട്ടൊരു ഡിന്നർ. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പർച്ചേസിങ്ങിൻ്റെ ആ ഒരു ധൃതിയിലായിപ്പോയി. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ഗ്രാൻഡ് എൻട്രിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടാണ് നമ്മൾ ഇന്ന് ഫാമിലി ആയിട്ട് ഡിന്നർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫാമിലീസൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു നല്ലൊരു വാട്ടർമെലൺ ഡ്രിങ്കിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇതാണ് കേട്ടോ ഷാരുവിൻ്റെ ഉമ്മച്ചി, എൻ്റെയും ഉമ്മച്ചി. അങ്ങനെ ഇതാ ഫുഡൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരോ ഐറ്റംസ് ഇങ്ങനെ വരുന്നുണ്ട്. നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ വെഡ്ഡിങ് വീഡിയോസൊക്കെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് കാണുന്നുണ്ട്. നമ്മുടെ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ വെഡ്ഡിങ് വീഡിയോസൊക്കെ വൈറലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പോൾ ഓരോരോ വീഡിയോസും അതിൻ്റെ ക്യാപ്ഷൻസ്, അയ്യോ ഒരു രക്ഷയില്ലാത്ത ക്യാപ്ഷൻസാണ്. ഞങ്ങളിങ്ങനെ ക്യാപ്ഷൻസൊക്കെ വായിച്ചിട്ട് ഞെട്ടി തെരിച്ചു പോയി. എന്താ പറയുക, നമ്മൾ പകച്ചു പോയി എൻ്റെ ബാല്യം എന്നൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഫാമിലീനെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. അവരില്ലാത്തൊരു ഡിന്നറാണ്. അവരങ്ങ് കൊട്ടാരക്കര ആയതുകൊണ്ടാണ്. ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും അവരും കൂടി ജോയിൻ ചെയ്തേനെ. അപ്പോൾ ഞാൻ അവരെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഫാമിലി ആയിട്ട് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച്. അതൊരു പ്രത്യേക രസം തന്നെയാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിതാ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂ ഒക്കെ ഇപ്പം ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും പോയിട്ട് നമ്മുടെ ഇൻ്റർവ്യൂ ഒക്കെ കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ നമ്മുടെ കപ്പിൾ വീഡിയോസൊക്കെ ഇനി എൻ്റെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക. താങ്ക്സ് ഫോർ വാച്ചിങ്.